ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്ന വചനം 86-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ആമേൻ. ഈ തിരുവചനം ഇന്ന് എടുത്ത് സംസാരിക്കുന്നത് കുറേ നാളുകളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി ദൈവം തരുന്നൊരു ഉറപ്പാണ്. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന ദൂത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ അടുക്കൽ വരികയും അവർ കർത്താവിനെ ആരാധിക്കുകയും അവർ കർത്താവിനെ നമസ്കരിക്കുകയും അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. ചില വചനങ്ങൾ വെച്ചായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. അവർ രക്ഷിക്കപ്പെടുവോ? അവർ രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? അവർ ഇനി നരകത്തിന് വേണ്ടിയുള്ളവരാണോ? നോ. ഈ വചനം വെച്ച് പറയണം, സകല ജാതികളും തിരുമുമ്പിൽ നമസ്കരിക്കുമെന്നും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്നും അങ്ങയുടെ വചനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ഒപ്പം വന്ന് കർത്താവിനെ ആരാധിക്കും. എൻ്റെ ഒപ്പം വന്നിരുന്ന് കർത്താവിനെ സ്തുതിക്കും. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം തരുന്ന ഉറപ്പിനായിട്ട് സ്തോത്രം. ആമേൻ. കുറേ നാളുകളായിട്ട് പ്രിയപ്പെട്ടവരൊന്ന് വിടുവിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കാണുന്നത് അവർ വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതല്ലേ? പക്ഷേ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ ഒപ്പം അവർ വന്ന് പ്രാർത്ഥിക്കാൻ പോവുക, നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം അവർ ചോദിക്കാൻ പോവുക, എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർ നിങ്ങളോട് പറയാൻ പോവുക. നിങ്ങൾ ഇത് കുറിച്ച് വെച്ചോ. ഈ അത്ഭുതം നടക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കണം. പെട്ടെന്ന് നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ പെട്ടെന്ന് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണിത്. സകല ജാതികൾ തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഉണർവ് നടക്കുമെന്ന് ഈ വചനം നമുക്കൊരു ഉറപ്പ് തരുന്നില്ലേ? ഒത്തിരി ജാതികളുള്ള ഒരു രാജ്യം നമ്മുടെ രാജ്യമാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നിത്യതയുടെ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നുള്ളവർ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്നൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. മഹത്വപ്പെടുത്തുന്നു. കുഞ്ഞാടെ അവർ നിന്നോട് പറയുന്നു, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം വലിയൊരു ഉണർവ് നടക്കുമെന്ന് ഈ വചനം നമുക്കൊരു ഉറപ്പ് തരുന്നില്ലേ? യെസ്. ശുശ്രൂഷകനെ ധൈര്യപ്പെടുക. വലിയ കൊയ്ത്തുകൾ, ആത്മാക്കളുടെ കൊയ്ത്തുകൾ നടക്കും. ആമേൻ. സുവിശേഷത്തിന് വലിയ വേരോട്ടമില്ലാത്ത ഇടങ്ങളിലായിരിക്കാം, എതിർപ്പുകളുടെ നടുവിലായിരിക്കാം, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. പക്ഷെ നിന്റെ കാൽ സ്പർശങ്ങൾ ആ ദേശത്തിന് മാറ്റങ്ങൾ വരുത്താൻ പോവുക. സുവിശേഷകനെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദേശത്തെല്ലാം കർത്താവിൻ്റെ മഹത്വവും തേജസ്സും വെളിപ്പെടാൻ പോകുന്നു.
കർത്താവ് അങ്ങനെ ചെയ്ത് നിങ്ങളെ ഓണർ ചെയ്യാൻ പോകുന്നു. സ്തോത്രം. ഈ വചനം എൻ്റെ ദേശത്തും എൻ്റെ രാജ്യത്തും ഈ തലമുറയിലും നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആമേൻ. ആ വചനം ഒരിക്കൽ കൂടി പറഞ്ഞു. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യെസ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതല്ലേ പറഞ്ഞത്? എല്ലാ മുഴങ്കാലും മുടങ്ങും, എല്ലാ നാവും പാടും. ആമേൻ. സങ്കീർത്തനം 22 പറയുന്നത് സ്വന്തം പ്രാണനെ നേടാത്തവൻ പോലും അവന്റെ മുമ്പിൽ നമസ്കരിക്കുമെന്ന്. അത് മറ്റൊരു ഭാഗമാണെങ്കിലും എനിക്ക് ഈ തലമുറയെ നോക്കി ഈ ഒരു വചനത്തെ ഡിക്ലെയർ ചെയ്യുവാൻ സന്തോഷം. അതെ, മടുത്തു പോകരുത്. നീ പ്രാർത്ഥിച്ചവരെല്ലാം നിന്റെ ഒപ്പം കർത്താവിലോട്ട് വരാൻ പോവുകയാണ്. ആമേൻ. പ്രാർത്ഥന മനുഷ്യനായ ജോർജ് മുള്ളർ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെങ്കിൽ 2 വർഷങ്ങൾ കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നു. വേറൊരു വ്യക്തി 25 വർഷങ്ങൾ കഴിഞ്ഞ് വിശ്വാസത്തിൽ വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ വേറൊരു സ്നേഹിതൻ താൻ ജീവിച്ചിരുന്ന സമയത്തൊന്നും വിശ്വാസത്തിലേക്ക് വന്നില്ല. എന്നാൽ തൻ്റെ ഫ്യൂണറൽ സർവീസിന് അത് കണ്ട് അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നു എന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവരും കർത്താവിലോട്ട് വരും. എൻ്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ എൻ്റെ ചർച്ചിൻ്റെ ഒരു പാസ്റ്റർ, ഒരമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ആ മകൻ ഒന്ന് രക്ഷിക്കപ്പെടണമെന്നർത്ഥം, പക്ഷെ രക്ഷിക്കപ്പെട്ടില്ല. ആ അമ്മ മരിച്ചു. പക്ഷെ മരണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ആ മകനെ കർത്താവ് തിരുത്തി. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മരിക്കുന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. പ്രാർത്ഥനകൾ നിഷ്ഫലമല്ല. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ കർത്താവിലോട്ട് വരും. നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തന്നത് പരിശുദ്ധാത്മാവാണ്. അതെന്തിനാണ്? ആ വ്യക്തി രക്ഷിക്കപ്പെടും എന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ടാണ്. യെസ്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുതേ. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി പറയുന്നു. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. താങ്ക് യു. പ്രാർത്ഥനയിൽ പുറകോട്ട് പോകണ്ട, മുൻപോട്ട് പോകും. ധൈര്യമായിരിക്കുക. അവർ നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ചേർച്ചിൽ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പോവുക. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രതീക്ഷയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ചാർച്ചക്കാരെയും കർത്താവ് സകലരെയും സ്നേഹിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഇന്ന് പൽക്കാലം കർത്താവെ അങ്ങയിലേക്ക് തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ. പരിശുദ്ധാത്മാവെ, വലിയ ഉണർവുകൾ ഞങ്ങളുടെ ദേശത്ത് അങ്ങ് അയക്കാൻ പോകുന്നതിന് നന്ദി പറയും. കർത്താവ്, സകല ജാതികളും നിൻ്റെ മുമ്പിൽ വന്ന് അങ്ങ് നമസ്കരിക്കുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവെ. പരിശുദ്ധാത്മാ, വലിയ ഉണർവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ രാജ്യത്തുണ്ടാകാൻ പോകുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട് ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കും. അവരുടെ എല്ലാ ബന്ധപ്പെട്ടവരും അവരുടെ എല്ലാ ചാർച്ചക്കാരും യേശുവിലേക്ക് തിരിയുന്ന നാളുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, യോശുവ പറഞ്ഞ പോലെ ഇവർ പറയട്ടെ, ഞാനും എൻ്റെ കുടുംബവും. ആമേൻ. സ്തോത്രം. ശലോമോൻ പറഞ്ഞതുപോലെ പറയട്ടെ, ഞാനും എൻ്റെ ദേശവും. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ രാജ്യവും. ആമേൻ. എല്ലാവരും കർത്താവിലോട്ട് വരട്ടെ. എല്ലാവരും കർത്താവിലോട്ട് വരട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥനക്കാരെ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ചില മാതാക്കൾ അവർ ബലപ്പെട്ടിരിക്കട്ടെ. പ്രാർത്ഥനക്കാർ ബലപ്പെട്ടിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ മറുപടികൾ സംഭവിക്കുമ്പോൾ നിങ്ങളോട് കൂടെ സന്തോഷിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു.